السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്തതിൻ്റെ ആശയം പഠിക്കാനാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ അസ്ർ വരെയാണ് അമ്മ ജുസ്ഇൽ നമ്മൾ പൂർത്തിയാക്കിയത്. ശേഷമുള്ള സൂറത്തുൽ ഹുമസയാണ്. മക്കിയായ സൂറത്താണിത്, മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണിത്. മനുഷ്യരിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായ ചില മ്ലേച്ഛ സ്വഭാവങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയും ആ സ്വഭാവമുള്ള ആളുകൾക്ക് കത്തിയാളുന്ന ജ്വലിക്കുന്ന നരകമാണെന്ന് താക്കീത് ചെയ്യുകയും ഈ സൂറത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കേൾക്കുന്ന ഇത്തരം സൂറത്തുകൾ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ചിന്തിക്കുകയും ആ കേൾക്കുന്ന വേളയിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും വേണ്ടതുണ്ട്. 9 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ആദ്യം പാരായണം ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. الله سبحانه وتعالى പറയുന്നു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വൈൽ എന്നുള്ള വാക്ക് നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടാകും. ഖുർആനിൽ 2 സൂറത്തുകൾ വൈൽ എന്നുള്ള വാക്കുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതാണത്? വൈലുല്ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് വൈലുണ്ട് എന്ന് പറയുന്ന സൂറത്തുൽ മുത്തഫിഫീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഖുർആനിൽ വൈല് കൊണ്ട് ആരംഭിക്കുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഹുമസ. എന്നാൽ വൈൽ എന്നുള്ള വാക്ക് മറ്റ് പല ആയത്തുകളിലും യാ വൈലന എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തുകളിൽ വന്നിട്ടുണ്ട്. എന്താണ് വൈൽ എന്നുള്ള വാക്കിനർത്ഥം? മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് വൈൽ എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള താഴ്വരയാണ് എന്നാണ്. അഥവാ ഏതൊരു കാര്യം ചെയ്യുന്ന ആളുകൾക്കാണോ വൈലുണ്ട് എന്ന് പറയുന്നത് അവർക്ക് നരകത്തിലെ താഴ്വരയായിരിക്കും, നരകത്തിൽ കൊടും ശിക്ഷയായിരിക്കും അവർക്കുണ്ടാവുക എന്നതാണ് അതിൻ്റെ താല്പര്യം. വേറെ ചിലർ പറഞ്ഞു നാശം, എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ആക്ഷേപങ്ങളും അവർക്ക് തന്നെയാണ്. അത് മൊത്തത്തിലൊരു കലിമത്തു വഈദ്, താക്കീദിൻ്റെ വാചകമാണത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്തു തന്നെയായാലും ആക്ഷേപിച്ചുകൊണ്ടുള്ള, അതല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് താക്കീത് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്കാണ് വൈലുൻ. ആർക്കാണ് ആ താക്കീത് പറഞ്ഞിട്ടുള്ളത്? ലികുല്ലി ഹുമസത്തിൻ ലുമസ. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായിട്ടുള്ള ഏതൊരാൾക്കും വൈൽ, നാശമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 ആക്ഷേപാർഹമായ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണത്. എന്താണ് 2 ആക്ഷേപങ്ങൾ അല്ലാഹു തആല പറഞ്ഞത്? ഹുമസയും ലുമസയുമാണ്. ഹുമസ അതുപോലെ ലുമസ എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണ് എന്നുള്ളത് വ്യാഖ്യാനങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കാണുന്നുണ്ട്. ചിലർ പറഞ്ഞു രണ്ടും
ഒരേ അർത്ഥത്തിൽ തന്നെ വരുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഹുമസ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരാൾ അയാളുടെ അസ്ഥാനത്ത്, അതായത് ഗീബത്തിന് തുല്യമായിട്ടാണ്. അയാൾ ഇല്ലാത്ത സമയത്ത് ഒരാളെ കുറ്റം പറയുന്നതാണ് ഹുമസ. അതുപോലെ ലുമസ എന്ന് പറയുന്നത് നേരെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കുത്തിപ്പറയും. ചില ആളുകൾ മാനസികമായി വിഷമിപ്പിക്കുന്നതിന് വേണ്ടി കുത്തിപ്പറയുന്നതുണ്ട്, അതാണ് ലുമസ. അതുപോലെ അത് തിരിച്ചും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു ഹുമസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആക്ഷേപിക്കുന്നത് തന്നെയാണ്, പക്ഷേ ബിൽഫിയൽ, എന്തെങ്കിലും കാങ്യം കാണിച്ച ഒരാൾ ആക്ഷേപിക്കുന്നതാണ് ഹുമസ എന്ന് പറയുന്നത്. എന്നാൽ ലുമസ ലംസ് എന്ന് പറയുന്നത് അത് നാവ് കൊണ്ട് ആക്ഷേപിക്കുന്നതാണ്. അല്ലെ, ചില ആക്ഷേപങ്ങൾ നാവിനേക്കാളും വലിയ ആക്ഷേപമായിരിക്കും. ചില ആളുടെ ചില കൈകാലുകൾ കൊണ്ടുള്ള കോപ്രായങ്ങൾ അല്ലെങ്കിൽ കളിയാക്കുന്നതായ രീതികൾ ചിലർക്ക് ചിലപ്പോൾ നാവ് കൊണ്ട് പറയുന്നതിനേക്കാളും വലിയ പ്രയാസമായ ചില കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരാൾക്ക് ആക്ഷേപാർഹമായ വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് ചിലപ്പോൾ ചില ആംഗ്യങ്ങൾ തന്നെ മതിയാകുന്നതാണ്. അല്ല, ഒരാളെ ഗീബത്ത് പറയുന്നതിനേക്കാൾ, പരിഹസിക്കുന്നതിനേക്കാൾ, അയാളെ മാനസികമായി അവഹേളിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരാളുടെ ആക്ഷനുകൾക്ക് അല്ലെങ്കിൽ ചില കാട്ടിക്കൂട്ടലുകൾക്ക് മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും വളരെ ഗൗരവത്തിൽ പറയാണ്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതല്ലെങ്കിൽ തൻ്റെ ശരീരാവയവങ്ങൾ കൊണ്ട് ഒരാൾ ആക്ഷേപിക്കുന്നവന് നാശം. അതുപോലെ നാവ് കൊണ്ട് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവന് നാശം. എന്തു തന്നെയായാലും വലിയ അപകടം പിടിച്ച കാര്യമാണ്. പലപ്പോഴും സാലിഹ്യങ്ങളായ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള തിന്മകൾ സംഭവിക്കുമെന്നുള്ളതാണ് വസ്തുത. നമ്മൾ വളരെയധികം പേടിക്കേണ്ട കാര്യമാണ്. അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പോലും ഈ പറയുന്ന അബദ്ധങ്ങൾ സംഭവിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഏതൊരു കാര്യത്തിൻ്റെ അപകടമാണോ നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി കാണാത്തത്, അതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം. ഏതൊരു മനുഷ്യനും അതാണ്. അയാൾ ഏതൊരു തിന്മയാണോ അപകടം കുറഞ്ഞതായി കാണുന്നത്, അതായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം. അയാൾക്ക് ചിലപ്പോൾ വേറെ ചില ഫിത്തനകളൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമായിരിക്കില്ല. അയാൾക്ക് ചിലപ്പോൾ വ്യഭിചാരത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല, സാമ്പത്തികമായ ഇടപാടിൻ്റെ പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷെ ഇത് അവൻ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതായിരിക്കും അവരുടെ നാശത്തിൻ്റെ ഹേതു, നാശത്തിൻ്റെ കാരണം ഇതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവൻ ഏത് കാര്യത്തിലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ നാവിൻ്റെ വിഷയത്തിലായിരിക്കും മറ്റൊരാളെ പരിഹസിക്കുക, കുത്തുവാക്ക് പറയുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് വെള്ളം കുടിക്കുന്നതിനേക്കാളും എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ അത്രയും ലാഘവത്തോടു കൂടി നിസ്സാര ഭാവത്തിൽ ചെയ്യുന്ന കാര്യമായിരിക്കും. ഒരിക്കലും തന്നെ അത് ചെയ്യാൻ പാടില്ല എന്നാണ്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ നാം പറയുന്ന വിശദീകരണം അനുസരിച്ച് എല്ലാം ഇതിൽപ്പെട്ടു. ഒരാളുടെ അഭാവത്തിൽ അയാളെ കളിയാക്കുന്നത്, അയാളെ നേരെ മുന്നിലിരുത്തിക്കൊണ്ട് അയാളെ പരിഹസിച്ച് ഉപദ്രവിക്കുന്നത്, ഇനി ഈ പറയുന്ന രൂപത്തിൽ ആംഗ്യങ്ങൾ കൊണ്ടൊരാളെ അവഹേളിക്കുന്നത്, അതല്ലെങ്കിൽ നാവ് കൊണ്ടൊരാൾക്ക് കുത്തുവാക്ക് പറയുന്നത്, എന്ത് തന്നെയായാലും ഇതെല്ലാം ദീനുൽ ഇസ്ലാം വളരെ മോശപ്പെട്ട സ്വഭാവമായി എണ്ണിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണങ്ങൾ, ഇതിൻ്റെ തഫ്സീറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ശരി, അത് വളരെ ഗൗരവത്തിൽ ഇതെല്ലാം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ ഈ രൂപത്തിൽ ആംഗ്യം കൊണ്ടും അതുപോലെ തന്നെ നാവ് കൊണ്ടും ഒക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് നന്നായി ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ കാണുന്ന വേളയിൽ പ്രത്യേകമായ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ കളിയാക്കുമായിരുന്നു. ആരാണ് വലിയ പോകുന്നത് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുക, അത് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന സ്വഭാവമാണിത്. അതുകൊണ്ട് മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം മുശ്രിക്കുകൾ ആക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്നില്ല. കാരണം പല മുശ്രിക്കുകളുടെ സ്വഭാവവും മുസ്ലിമീങ്ങളിലേക്ക് കയറി വരും, ഷിർക്ക് ഉൾപ്പെടെ. ഷിർക്ക് കയറി വരാമെങ്കിൽ അതിന് താഴെയുള്ള തിന്മകളെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിർഭയനാകാൻ സാധിക്കുക? ഏറ്റവും വലിയ തിന്മയായ മുശ്രിക്കുകളുടെ ഷിർക്ക് അത് മുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അതിന് താഴെ ഉണ്ടായിരുന്ന ആ ഒരു ദുസ്വഭാവങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? തീർച്ചയായും സംഭവിക്കും. അപ്പൊ മുശ്രിക്കുകൾ മുഅ്മിനീങ്ങളെ കളിയാക്കിയിരുന്ന ഈ ദുർഗുണം ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേൽ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. അത് മുശ്രിക്കുകൾ ചെയ്തിരുന്ന കാര്യമാണ്, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുക, ഒരു മുസ്ലിമിനെ പരിഹസിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന്, ശരീരത്തിന്, സമ്പത്തിനൊക്കെ വലിയ പവിത്രത നൽകിയിട്ടുണ്ട്. അപ്പം ആ പവിത്രത ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, ആക്ഷേപങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ കളിയായി, തമാശയായി ആരംഭിക്കുന്നത് ചിലപ്പോൾ വലിയ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് കൊണ്ടുപോകും. പിശാച് അത് കാത്തിരിക്കുകയാണ്. ആളുകൾക്കിടയിൽ ആക്ഷേപങ്ങൾ, ആളുകൾക്കിടയിലെ സംസാരങ്ങളിലൂടെ വലിയ അബദ്ധങ്ങൾ, അതുപോലെ തന്നെ ചേരിതിരിവുകളൊക്കെ ഉണ്ടാക്കാൻ ചില വാക്കുകളായിരിക്കും ഒരാൾ മറ്റൊരാളെ
ആക്ഷേപിച്ചതായിരിക്കും, കളിയാക്കിയതായിരിക്കും, പലപ്പോഴും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മുശ്രിക്കാകട്ടെ മുസ്ലിം ആകട്ടെ ഗൗരവമുള്ള തിന്മയാണത്, ഒരാളത് ചെയ്യാൻ പാടില്ല. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്ന മറ്റൊരു ദുർഗുണം, അതല്ലെങ്കിൽ ഇത്തരക്കാർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ദുർഗുണമായിട്ടാണ് പറയുന്നത്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ധനം ശേഖരിക്കുകയും, ജമഅ മാലൻ ധനത്തെ ശേഖരിക്കുന്നു, വഅദ്ദദഹു അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, അതെപ്പോഴും ഇങ്ങനെ തിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ ധനം സമ്പാദിക്കുന്നത് ആക്ഷേപമാണ് എന്നാണോ? അതല്ലെങ്കിൽ സമ്പാദിച്ച ധനം അതിനെ കൃത്യമായി കണക്ക് വെച്ച് എണ്ണി നോക്കാൻ പാടില്ല എന്നാണോ? അല്ല, ഇത് രണ്ടുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധനം സമ്പാദിക്കുക എന്നുള്ളത് ആക്ഷേപാർഹമായ കാര്യമല്ല, സമ്പാദിച്ച ധനം എണ്ണി നോക്കുക എന്നുള്ളതും ആക്ഷേപാർഹമായ കാര്യമല്ല. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ ഇങ്ങനെ ധനം സമ്പാദിച്ചു കൊണ്ടത് എണ്ണി നോക്കുക എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ധനവുമായിട്ടാണ് അവന്റെ ബന്ധം, അവന്റെ കൽബ് എപ്പോഴും സമ്പത്തുമായിട്ടാണ്. അത് രാവിലെ അവൻ പോകുമ്പോൾ പെട്ടിയിൽ എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കും, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെലവ് കഴിഞ്ഞാൽ പിന്നെ എണ്ണി നോക്കും. സമ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോകുമ്പോൾ വലിയ ബേജാറും പ്രയാസവുമായി എപ്പോഴും മനസ്സിനെ തവക്കുല് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ കൽബിനെ കെട്ടിയിട്ടിരിക്കുന്നത് സമ്പത്തുമായിട്ടാണ്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അവന് വലിയ ബേജാറായിരിക്കും. അപ്പൊ അങ്ങനെ സമ്പത്തുമായിട്ട് എപ്പോഴും അതിനെ ശേഖരിക്കുകയും എണ്ണി നോക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ തന്നെ ആ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ സമ്പാദ്യവുമായി എപ്പോഴും മനസ്സിനെ ബന്ധിപ്പിച്ചവൻ യഹ്സബു അന്ന മാലഹു അഖ്ലദ, തീർച്ചയായും അവന്റെ ആ ധനം അത് അവന് ശാശ്വത ജീവിതം നൽകും, അവൻ എപ്പോഴും ശാശ്വതനായി തീരുമെന്നുള്ള ഒരു ചിന്ത അവനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് അക്രമങ്ങളും ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവൻ അവന്റെ സമ്പത്തിലാണ് കാര്യങ്ങൾ അവലംബിക്കുന്നത്. ആ സമ്പത്ത് കൊണ്ട്, സമ്പത്ത് ലഭിച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നു. ഈ ദുർഗുണം മുസ്ലിമീങ്ങളിൽ സംഭവിക്കാറുണ്ട്. സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉപദ്രവിക്കും, പ്രയാസപ്പെടുത്തും. അങ്ങനെ അവൻ ചെയ്യാൻ സാധിക്കുന്ന ദുൽമുകളൊക്കെ ചെയ്യും. പലപ്പോഴും സമ്പത്തില്ലാത്ത ആളുകൾക്ക് ദുൽമു പലപ്പോഴും കുറവായിരിക്കും. കാരണം സാമ്പത്തികമായിട്ടുള്ള ദുൽമുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ദുൽമുകൾ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദുൽമുകൾ അവൻ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ഹാൽ, അവന്റെ അവസ്ഥ, അവൻ നാവ് കൊണ്ടത് പറയുന്നില്ല. ചിലപ്പോൾ അവൻ ഒരാളുടെ മുന്നിൽ അത് പറയാൻ വകവെക്കുകയില്ല. ഒരിക്കലും ഞാനിവിടെ മരിച്ചു പോവുകയില്ല എന്നൊരാളും പറയില്ല. പക്ഷെ അവന്റെ ജീവിതം അതെന്താണ് അറിയിക്കുന്നത്? ഇതിനൊന്നും ഒരു വിചാരണ ഉണ്ടാവുകയില്ല, എന്നൊന്നും ഈ സമ്പത്തും കെട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടാം എന്ന രൂപത്തിലാണ് അവൻ പെരുമാറുന്നത്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര രാജ്യങ്ങളുണ്ട്. അവരുടെ പ്രധാന ദൗത്യം തന്നെ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുക, പ്രയാസപ്പെടുത്തുകയാണ്. അവൻ ചിന്തിക്കുന്നത് എന്താണ്? യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ ഈ അധികാരവും സമ്പത്തും ഒക്കെ അവൻ എന്നൊന്നും ഇവിടെ ശാശ്വത ജീവിതം നൽകുമെന്നാണോ അവൻ ചിന്തിക്കുന്നത്? അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയില്ലേ? ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ അവൻ വരുത്തുന്ന വലിയ വലിയ ദുൽമുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്ന പേടി അവനില്ലേ? അത് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവന്റെ ധനം അവന് ശാശ്വതമായ ജീവിതം നൽകി എന്നവൻ വിചാരിക്കുകയാണോ? അങ്ങനെ വിചാരിക്കുകയാണ് അവന്റെ അവസ്ഥ. അവൻ, പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് രൂപ, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇമ്മാ ബിജിസ്മിഹി വ ഇമ്മാ ബിദിക്രിഹി. ചില സമയത്ത് അവൻ തന്നെ മരിക്കുകയില്ല എന്ന ചിന്തയാണ് അവനുള്ളത്. അതല്ലെങ്കിൽ അതായിരിക്കും അവന്റെ ആഗ്രഹം. ഈ ദുനിയാവിൽ നിന്നും പിരിഞ്ഞു പോകാൻ ഒരിക്കലും ആഗ്രഹമില്ല. യഹൂദരെ കുറിച്ച് പറഞ്ഞതുപോലെ അവർക്ക് 1000 വർഷം ജീവിക്കാൻ സാധിച്ചെങ്കിൽ അവരത് ആഗ്രഹിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഇനി മരിച്ചു പോവുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇമ്മാ ബിദിക്രിഹി, അവരുടെ ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ സ്മരണ ഉണ്ടാകണം. അങ്ങനെ ഓർമ്മകൾ നിലനിൽക്കാൻ വേണ്ടി അവരിങ്ങനെ സമ്പത്ത് കൂട്ടിവെച്ച് അങ്ങനെ എന്തെങ്കിലും മരിക്കാൻ നേരത്ത് അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സൗധങ്ങൾ പണിഞ്ഞിട്ട് മരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ച് ആളുകൾക്ക് ചെലവഴിക്കാത്ത ആളുകളെ ഒരിക്കലും തന്നെ മനുഷ്യന്മാർ ഭൂമിയിൽ തന്നെ ഓർമ്മിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ പിശുക്കന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും മനുഷ്യന്മാർ ഓർമ്മിക്കുകയില്ല. ഇനി ഓർമ്മിക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഉദാഹരണമായിരിക്കും. ഇവനെപ്പോലത്തെ പിശുക്കൻ എന്നായിരിക്കും ആളുകൾ പിൽക്കാലത്ത് പറയും. ഇങ്ങനെ ഒരു പിശുക്കൻ ഉണ്ടായിരുന്നു എന്നായിരിക്കും ആളുകൾ പറയാ. ഇതേപോലെയുള്ള പിശുക്കനാകാൻ പാടില്ല എന്നായിരിക്കും പറയുക. അപ്പൊ ആളുകൾക്ക് സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ ഓർമ്മകളിൽ ഒരാൾ ഉണ്ടാവുക. എന്നാൽ സമ്പത്തിനെ എപ്പോഴും കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് അതൊരാൾക്കും ചെലവഴിക്കാതെ സ്വന്തത്തിന് തന്നെ പിശുക്ക് കാണിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന, എപ്പോഴും മറ്റുള്ളവർക്ക് നൽകാതെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള പിശുക്കന്മാരെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. അല്ലദീ ജമഅ മാലഹു വഅദ്ദദ,
സമ്പത്ത് ഇങ്ങനെ എണ്ണി വെച്ച് അത് കൂട്ടി വെക്കുക എന്നുള്ളത്. അത് ഒരാൾക്ക് ചെലവഴിക്കുകയില്ല. അപ്പോൾ ആ സമ്പത്ത് കുറഞ്ഞു പോകുന്ന പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മാർഗത്തിൽ നല്ല കാര്യത്തിന് ചെലവഴിക്കാൻ അവൻ അവസരം വന്നാൽ അത് കൊടുക്കുകയില്ല. അതിങ്ങനെ കൂട്ടി അതിൽ വല്ലതും കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയാണ്. ഒരാൾക്കും കൊടുക്കുകയില്ല. അത് ആക്ഷേപാർഹമായ കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്കാത്തിന്റെ കാര്യമാണ്. ഒരാൾ സക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് അതിൽ നിന്ന് കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഒരാൾ കൊടുക്കാതിരുന്നാൽ നാളെ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയായിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തതാണ്. അവൻ എടുത്തു വെച്ചിട്ടുള്ള സമ്പാദ്യങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ വെച്ച് തീച്ചൂളയിൽ ചൂടാക്കിക്കൊണ്ട് അവന്റെ നെറ്റിത്തടത്തിലും മുതുകത്തും അവന്റെ പാർശ്വങ്ങളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂട് വെക്കുമെന്നും എപ്പോഴെല്ലാം അത് തണുക്കുമ്പോൾ അത് വീണ്ടും ചൂടാക്കി അവന് വീണ്ടും ആ ശിക്ഷ അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു തആല ഖുർആനിൽ താക്കീത് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത് അവൻ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനൊന്നും അവൻ തന്നെ സമ്പത്തിനെ എന്ത് ചെയ്യുന്നില്ല, ചെലവഴിക്കുന്നില്ല. മറിച്ച് അതിങ്ങനെ എണ്ണി ഇങ്ങനെ വെക്കുക എന്നുള്ളതല്ലാതെ, അതിങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളതല്ലാതെ ആളുകൾക്ക് കൊടുക്കുകയില്ല. എന്താണ് അങ്ങനെ സമ്പത്ത് കൂട്ടിവെച്ച് സക്കാത്ത് കൊടുക്കാതെ നല്ല മാർഗങ്ങളിൽ ചിലവഴിക്കാത്ത മനുഷ്യൻ എന്താണ് ധരിച്ചിരിക്കുന്നത്? യഹ്സബു അന്ന മാലഹു അഖ്ലദ. തീർച്ചയായും അവൻ വിചാരിക്കുന്നത് അവന്റെ ഈ സമ്പത്ത് അവന് ശാശ്വതമായി ഈ സമ്പത്തും കൊണ്ട് അവിടെ ജീവിക്കാന്നാണോ? അതിന്റെ മനുഷ്യന്റെ ഒരു മൂഢത നോക്കണം. ഈ കോടികൾ ഉണ്ടായിട്ടും അത് ആളുകൾക്ക് ചെലവഴിക്കാതെ ജനങ്ങൾക്ക് നൽകാതെ അതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്, അഥവാ പ്രായമായ സമയത്ത് പോലും മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരാളുടെ മൂഢത എത്രയാണ്. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഇവന് ചെയ്യാൻ സാധിക്കുക? അവൻ്റെതല്ലാതായി തീരാൻ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രമേ ബാക്കിയുള്ളൂ. അവൻ അതോടുകൂടി അവൻ മരിക്കുകയാണ്. ഈ മരിക്കുന്ന വേളയിൽ ഇതിലൊരു രൂപ പോലും, ഒരു നാണയത്തൊട്ട് പോലും അവനവൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇനി അവൻ്റെ സമ്പാദ്യമെല്ലാം തന്നെ അവൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോയാൽ പോലും അവൻ ഒരു നിലക്കും അത് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ എന്നും ഈ സമ്പത്ത് കൊണ്ട് ഇവിടെ ജീവിക്കാം എന്നാണോ അവന് വിചാരിക്കുന്നത്? ശാശ്വത ജീവിതം നൽകും എന്നാണോ ഈ സമ്പത്ത് അവന് ശാശ്വത ജീവിതം നൽകും എന്ന് വിചാരിച്ചിട്ടാണോ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, കല്ല, അങ്ങനെയുള്ള ധാരണയൊന്നും നിനക്ക് വേണ്ടതില്ല. ആളുകളെ കുത്തുവാക്ക് പറഞ്ഞ് പ്രയാസപ്പെടുത്തി അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുക. സമ്പത്തൊന്നും ആളുകളുടെ മാർഗത്തിൽ ചെലവഴിക്കാതെ അതിങ്ങനെ ശേഖരിച്ചെണ്ണി നോക്കി അങ്ങനെ അതെപ്പോഴും ശാശ്വതമായ ജീവിതം നിനക്ക് നൽകുമെന്നെല്ലാം വിചാരിക്കുക. അത് വേണ്ടതില്ല. അങ്ങനെ ഒരു സംഭവം നീ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹുതമ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മറ്റൊരു പേരാണ്. ഹുതമ അത് ചവിട്ടി മെതച്ചത് എന്ന അർത്ഥമാണ് അതിനുള്ളത്. നരകത്തിലേക്ക് എന്താണോ വരുന്നത് അതിനെല്ലാം അത് ചവിട്ടി മെതക്കുകയായിരിക്കും. നരകത്തിൽ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. ഒരു ആട്ടിൻപറ്റം അതല്ലെങ്കിൽ ഒരു കാലികൾ അതിങ്ങനെ പുല്ലും മറ്റുമൊക്കെ ചവിട്ടി മതച്ചാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? അതുപോലെ അതിലേക്ക് വീഴുന്ന കാര്യങ്ങളെല്ലാം അതിടിച്ച് തകർത്ത് ചവിട്ടി മതക്കുന്ന രൂപത്തിലുള്ള നരകമാണത്. ഹുതമയായ നരകമാണത്. ആ നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുന്നതാണ്. എന്താണ് വലിച്ചെറിയപ്പെടുക? അവനുണ്ടാക്കിയ സമ്പത്തും അവനുണ്ടാക്കിയ അധികാരവുമെല്ലാം അവിടെ ഇല്ലാതായിത്തീരുകയാണ്. അവനെ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് ഹുതമ എന്ന് ചോദിക്കുകയാണ്. വമാ അദ്റാക മൽ ഹുതമ. ഈ ഹുതമ എന്ന് പറയുന്ന നിന്നെ എറിയാൻ പോകുന്ന നരകത്തെക്കുറിച്ച് എന്താണെന്ന് നിനക്കറിയാമോ? നാറുല്ലാഹിൽ മുഖദ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഗ്നിയാണ്. നാറുല്ലാഹ്, അള്ളാഹുവിന്റെ അഗ്നിയാണ്. അത് അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാവുന്ന അഗ്നിയാണ്. അത് അള്ളാഹുവിന്റെ അധീനതയിലുള്ളതാണ്. അവിടെ നിനക്ക് പുറത്തു പോകാൻ സാധിക്കുകയില്ല, നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ അധീനതയിലുള്ള അള്ളാഹുവിന്റെ തീയാണ്, നരകമാണത്. അൽ മൂഖദ, അത് ജ്വലിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ കത്തിയാളിപ്പിച്ചത്. അതിനെ കെടുത്തി കളയാൻ നിനക്ക് സാധിക്കുകയില്ല. ആ തീ അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അത് ശരീരത്തെയും തൊലിയെയും ഒക്കെ കത്തി എരിച്ചതിന് ശേഷം, കത്തി അമർത്തിയതിനു ശേഷം ഹൃദയങ്ങൾ, ശരീരത്തിന്റെ അകത്തളങ്ങളിലുള്ള ആ മാംസത്തിന്റെ അകത്തളങ്ങളിലുള്ള കൽബിലേക്ക് അത് കയറിപ്പോകുകയും അതിനെല്ലാം കരിച്ചു കളയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി താക്കീത് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നഹ അലൈഹിം മുഅ്സദ. തീർച്ചയായും ആ ഹുതമ എന്ന നരകം അവരുടെ മേൽ മുഅ്സദയാണ്, അടച്ചുമൂടപ്പെട്ട അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അടച്ചുമൂടപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന്റെ ഭയാനകത ഒന്നുകൂടി കൂടുകയാണ്. ഇതിലിവിടെ ഒരു അപകടമുണ്ട്, തീയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വാതിൽ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് കിടക്കാം എന്ന ആശ്വാസമായിരിക്കും ഒരാൾക്ക് ഉണ്ടാവുക. പക്ഷെ അത് അടച്ചുമൂടപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിന്റെ ഭയാനകത അതൊന്നുകൂടി തന്നെ പേടിയാവുകയാണ്. ഇതുപോലെ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്,
നിങ്ങളിൽ ഒരാൾ ഒരു കാറിനകത്ത് എന്തെങ്കിലുമൊക്കെ തീയുണ്ട്, അല്ലെങ്കിൽ ഒരു മുറിയുടെ അകത്ത് തീയുണ്ട്, അവിടെ ഒരു മുറിയും ഒരു വാതിലും തുറക്കാനില്ല, വാതിൽ തുറക്കാൻ സാധിക്കുകയില്ല എന്ന് കാണുമ്പോൾ അത് മാനസികമായിട്ട് തന്നെ വലിയ ഭയാനകതയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മൂടപ്പെട്ടിട്ടുള്ള ഒരു മുറിയിലായിരിക്കും അവർക്കുള്ള ശിക്ഷയുണ്ടാവുക, ജ്വലിക്കുന്ന ശിക്ഷയുണ്ടാവുക. ഫി അമദി മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ടായിരിക്കും അവർ ശിക്ഷയുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം അത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുവദിക്കുകയില്ല. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ സജ്ദയിൽ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കുല്ലമ അറാദു അൻ യഖ്റുജു ഫീഹാ, അതിൽ നിന്നും യഖ്റുജു മിൻഹാ, അവരിൽ നിന്ന് എപ്പോഴെല്ലാം പുറത്തേക്ക് കടക്കാൻ അവർ ശ്രമിച്ചാലും ഉഈദു ഫീഹാ, അത് പുറത്തേക്ക് കടക്കാൻ വരെ അവസരം നൽകുമെന്ന്. അതങ്ങനെ പുറത്തേക്ക് കടക്കാമെന്ന രക്ഷപ്പെടാമെന്ന ആഗ്രഹത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ വീണ്ടും അതിലേക്ക് വീഴുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം മാനസികമായ പ്രയാസം ഉണ്ടാകും. അല്ല, ഒരാൾ രക്ഷപ്പെടാൻ പോകുന്ന വേളയിലാണ്, അതിന് വാതിലിലേക്ക് എത്തി പുറത്തേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്ന വേളയിൽ ഉഈദു ഫീഹ, പിന്നെയും പിടിച്ച് അതിൻ്റെ അകത്തേക്ക് തന്നെ ഇടുന്ന, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവനൊരിക്കലും തന്നെ ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആലോചിച്ച് മാനസികമായും ശാരീരികമായും ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന അവസ്ഥ നരകത്തിൽ ഉണ്ടാകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് ഈ സൂറത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് കേവലം കുഫാറുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ ഇത് കേവലം പാരായണം മാത്രം ചെയ്തു പോകാനുള്ള കാര്യമല്ല. നമ്മൾ ഈ സൂറത്ത് പല നിസ്കാരങ്ങളിലും ആവർത്തിച്ച് കേൾക്കുന്നതായിരിക്കും. ചെറിയ സൂറത്താണ്, അതുകൊണ്ട് തന്നെ നിസ്കാരങ്ങളിൽ, 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഇത്തരം ചെറിയ സൂറത്തുകളാണ് കൂടുതൽ ഓതാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ടാകും. പക്ഷേ അതിൻ്റെ ആശയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട വളരെ വലിയ അപകടമാണ് ആളുകളെ കുത്തുവാക്ക് പറയുക, അവഹേളിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ നാവ് കൊണ്ടും പോലും വേണ്ടതില്ല, നമ്മുടെ ചില ആംഗ്യങ്ങൾ തന്നെ മതിയായതാണ് എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അതെപ്പോഴും ഇങ്ങനെ ശേഖരിച്ച് എണ്ണി നോക്കിക്കൊണ്ടേ ഇരിക്കുക, അത് ഏറ്റവും വലിയ നാശത്തിന് കാരണമാകുന്ന കാര്യമാണ് എന്നുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ താക്കീത് ചെയ്യുന്നു. ഇത്രയും ചെറിയൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ 9 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണിത്. അതിനുശേഷം അടുത്ത സൂറത്ത് സൂറത്തുൽ ഫീലാണ്. സൂറത്തുൽ ഫീൽ ആന എന്നർത്ഥം വരുന്ന ഒരു സൂറത്താണിത്. എന്തുകൊണ്ടാണ് ആന എന്നർത്ഥം ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത്? ഇതിൻ്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ഫീൽ, ആനക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആനക്കാർ എന്നുള്ളത് നമുക്ക് അറിയപ്പെട്ട കഥയാണ്. ഈ കഥ അറിയാത്തതായ ചെറിയ കുട്ടി പോലും ഉണ്ടാവുകയില്ല. മക്കയിലുള്ള കഅബയെ തകർക്കുന്നതിന് വേണ്ടി യമനിലെ അബ്രഹത്തിൻ്റെ പട, അത് ആനയുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അക്കാലത്ത് പൊതുവെ അറബികളെ സംബന്ധിച്ചിടത്തോളം ആനപ്പട അവരുടെ കയ്യിലില്ല. ഇത് അബ്സീനിയയിലുള്ള എത്യോപ്യയിൽ ആഫ്രിക്കൻ ആനകളുണ്ട്. അത്തരത്തിൽ വലിയ വലിയ ആനകള് അന്ന് ഉണ്ടായിരുന്ന യമൻ ഭരിച്ചിരുന്ന നസ്രാണികൾ യഥാർത്ഥത്തിൽ എത്യോപ്യൻ രാജാക്കന്മാരാണ്. എത്യോപ്യയിൽ നിന്ന് വന്ന് കുടിയേറിയ ആളുകളാണ്. ആ കാലഘട്ടത്തിൽ യമനിൽ നസ്രാണികളാണ്. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് അയച്ചപ്പോൾ പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ് ഫൽയദു അവ്വല മാ തദ്ഉഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുആദ്, നീ പോകുന്നത് അഹ്ൽ കിതാബിന്റെ അടുക്കലാണ്, യമനിലേക്കാണ് പറഞ്ഞയച്ചത്. അന്ന് യമൻ അഹ്ൽ കിതാബാണ്. അത് ആ കാലഘട്ടം വരെയും അഹ്ൽ കിതാബാണ്. യമനിൽ വലിയ സ്വാധീനം, ഇന്നും യമനിന് എത്യോപ്യയുമായിട്ടുള്ള ബന്ധം അതുണ്ട്. അപ്പോൾ അങ്ങനെ എത്യോപ്യയിൽ നിന്നുള്ള ആനകളെ സംഘവുമൊക്കെ ആയിട്ട് അവിടെ സംഘമുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, മക്കയിൽ കാബയുണ്ട്, കാബയിലേക്ക് ലോകം മുഴുവനുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവർ വാദിക്കുന്നത് നസ്രാണികളുടെ മതമാണ് ഏറ്റവും വലിയ മതം, ഇത് ശരിയായ മതമല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരാണ് നസാറാക്കൾ. അപ്പൊ അവരവിടെ ഒരു കാബക്ക് തുല്യമായി അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചു. പക്ഷെ ആരും കാര്യമായിട്ട് പോകുന്നില്ല. അത് തന്നെ അവർക്ക് വലിയ പ്രയാസമുള്ള, വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇതിനിടയിലായിരുന്നു മക്കയിലുള്ള ചില ആളുകൾ, ഒരുപക്ഷെ വിവരദോഷികളായിരിക്കാം, കാരണം മുശ്രിക്കുകളാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരിൽപ്പെട്ട ചില ആളുകൾ അവിടെ യമനിലേക്ക് പോവുകയും ഇവരുടെ കെട്ടിടത്തിൽ പോയി അവിടെ മലമൂത്ര വിസർജ്യമോ മറ്റോ നടത്തുകയും അതിലൊക്കെ അങ്ങനെ അവിടെ നാശമാക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇത് അറിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ ദേഷ്യമുണ്ടായി, അബ്രഹത്തിന് വലിയ ദേഷ്യമുണ്ടായി. അയാൾ ഉടൻ തന്നെ അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യവും മറ്റുമൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, കാബ പൊളിക്കാനുള്ള വലിയൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കണക്കാക്കിക്കൊണ്ട് കാബയെ ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ കാബയെ ലക്ഷ്യമാക്കി മക്കയുടെ പുറത്തുള്ള മുഹമ്മസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആനപ്പട പിന്നീട് മുന്നോട്ടേക്ക് പോകുന്നില്ല. അവർ വലിയ ഗർവോടുകൂടിയാണ് വരുന്നത്. ആനക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എത്ര തന്നെ ആനയെ തളിച്ചിട്ടും ആന പിന്നീട് മുന്നോട്ട് കൂട്ടാക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ആനയെ യമനിന്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആന അങ്ങോട്ടേക്ക് ഓടുകയാണ്.
ഇങ്ങനെ ഓടുന്ന വേളയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്ത് കൂട്ടം കൂട്ടമായി ചെറിയ പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് തീച്ചൂളയിൽ നിന്ന് മുക്കിയെടുത്തതുപോലെയുള്ള കല്ലുകൾ അതുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നു. വലിയ സൈന്യത്തെയോ വലിയ ആളുകളെയൊന്നും കൊണ്ടല്ല, ചെറിയ പക്ഷികളെ കൊണ്ട്. അവർ ചെറിയ കല്ലുകൾ കൊണ്ടാണ് ഈ പറയുന്ന അക്രമികളെ നേരിട്ടത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബൈത്ത് അത് സംരക്ഷിച്ചു എന്നുള്ളത് ചരിത്രമാണിത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. മുശ്രിക്കുകൾ ഏതാണ്ട് അവർ നശിച്ചുപോയി എന്ന് പേടിച്ചൊരു സന്ദർഭം കൂടിയാണ്. അന്ന് പലരും, അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള പലരും അവർ പറഞ്ഞ പല വാക്കുകളും പ്രസിദ്ധമാണ്. ഇത് അള്ളാഹു, ഇത് നിന്റെ ഭവനമാണ്, ഇത് നീ തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കണം, നമുക്കിത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ്. കാരണം മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കായികമായ ബലമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ യമൻ അന്ന് വലിയ ശക്തമായ രാജ്യവും വലിയ രാജാക്കന്മാരും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് മാനപ്പടയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരിക്കലും തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അവർ രക്ഷപ്പെട്ടു. അത് അവരാരും ചെറുത്ത് നിർത്തിയതല്ല. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് അതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, രക്ഷപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഇത് അറിയപ്പെട്ട കാര്യമാണ്. ഇത് ഈ ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ആനക്കലഹ വർഷം അല്ലെങ്കിൽ ആന വർഷം എന്നറിയപ്പെടുന്ന ഈ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കഅബയെ സംരക്ഷിച്ചത് ഒരിക്കലും മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുശ്രിക്കുകളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ദീനിപരമായി നോക്കിയാൽ മുശ്രിക്കുകളെക്കാളും നമുക്ക് കൂടുതൽ ബന്ധം അഹ്ലുൽ കിതാബിനോടാണ്. അന്ന് യമനിലുണ്ടായിരുന്നത് അഹ്ലുൽ കിതാബാണ്. ഇന്നും മുശ്രിക്കുകളെക്കാളും അഹ്ലുൽ കിതാബിനോടാണ് നമുക്ക് ബന്ധം. അവരർത്ഥം നമുക്ക് കഴിക്കാം, അവരിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാം. അങ്ങനെ പല കാര്യത്തിലും മറ്റു മുശ്രിക്കുകളെക്കാളും കൂടുതൽ അഹ്ലുൽ കിതാബിനോടാണ് മുസ്ലിമീങ്ങൾക്ക് ബന്ധമുള്ളത്. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുകയും അഹ്ലുൽ കിതാബിനെ പരാജയപ്പെടുത്തുകയും മുശ്രിക്കുകൾക്ക് അന്ന് വിജയം നൽകുകയും ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കഅബ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമാണ്. അവിടെ മുശ്രിക്കുകൾ കയറി അവരുടെ വിഗ്രഹങ്ങളും മറ്റും വെച്ചു എന്നുള്ളത് അവർ ചെയ്ത ദുൽമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ നീക്കം ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ വർഷം ജനിക്കാൻ പോകുന്നുവെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. 40 വർഷം കഴിയുമ്പോഴേക്കും നുബുവത്ത് ലഭിക്കുമെന്നും പിന്നീടുള്ള 23 വർഷത്തിലൂടെ ഇത് മുഴുവൻ വിജയിച്ചടക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതിന് മുന്നോടിയായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിച്ച് നിർത്തിയത് എന്നാണ് പണ്ഡിതന്മാർ അതിന്റെ ഹിക്മത്തായിട്ട് പറയുന്നത്. അതല്ലാതെ അബൂജഹലിനെയും അല്ലെങ്കിൽ അബൂലഹബിനെയും ഒന്നും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ വിജയിപ്പിക്കാനോ അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമികളെ വിജയിപ്പിക്കാനല്ല. അവരാരും തന്നെ മക്കയോട് അതിന്റെ ഹക്ക് പാലിച്ചവരുമല്ല. മറിച്ച് ഏറ്റവും വലിയ ദുൽമ ചെയ്ത കഅബയിൽ 360ഓളം വിഗ്രഹങ്ങൾ സ്ഥാപിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ. വളരെ വൃത്തികെട്ട രീതിയിൽ അവർ ഹജ്ജ് ചെയ്തിരുന്നു. വസ്ത്രമില്ലാതെ വസ്ത്രരായിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന വളരെ തോന്നിവാസങ്ങൾ കഅബയിൽ നടത്തിയ ആളുകൾ തന്നെയായിരുന്നു മക്ക മുശ്രിക്കുകൾ. അതല്ലാതെ അവരുടെ എന്തെങ്കിലും ഫضل കൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തിനെ സംരക്ഷിച്ചതല്ല, മറിച്ച് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിലുള്ളത്? ഇത് പാരായണം ചെയ്തതിന് ശേഷം നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. 5 ആയത്തുകൾ മാത്രമാണ് മക്കയിൽ അവതരിച്ച ഈ ഒരു സൂറത്തിലുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അതല്ലെങ്കിൽ ഈ ആരോടൊക്കെയാണോ ഇത് അഭിസംബോധന ചെയ്യുന്നത് അവരോട് മുഴുവനും അല്ലാഹു തആല എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടിട്ടില്ലേ? ഇപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ട്. ഒരു കാര്യം നമുക്ക് വ്യക്തമായ അറിവ് ലഭിച്ചാൽ അത് കണ്ടതിന് തുല്യമാണ്. അതിനെ കണ്ടതിന് തുല്യമായിട്ടാണ് പറയുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന അർത്ഥത്തിലാണ്. അലം തറ, നീ മനസ്സിലാക്കിയിട്ടില്ല, നീ അറിഞ്ഞിട്ടില്ലേ? കൈഫ ഫഅല റബ്ബുക്, നിന്റെ റബ്ബ് എപ്രകാരമാണ് പ്രവർത്തിച്ചത് ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ ആനക്കാരോട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തതായ ഒരു കുട്ടി പോലും വന്നില്ല. മക്കയിലുള്ള മുഴുവൻ ആളുകൾക്കും, അല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണത്. കാരണം അവരെല്ലാവരും കഅബ പൊളിഞ്ഞുപോയി
എന്ന് ചിന്തിച്ചു പോയ ഒരു സമയമാണത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവരോട് ചെയ്തത് നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യം ചുരുങ്ങിയ ചരിത്രം അത് നമുക്ക് പറഞ്ഞു തരികയാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ല, വ്യഥാവിലാക്കിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വഅർസല അലൈഹിം തൈറൻ അബാബിൽ വഅർസല അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു. ആരെയാണ് അയച്ചത്? തൈറൻ അബാബിൽ, കൂട്ടം കൂട്ടമായിട്ടുള്ള പക്ഷികളെ. അബാബിൽ എന്നുള്ളത് ചിലർ ധരിച്ചു വരുന്നത് പക്ഷിയുടെ പേരാണെന്നാണ്. അബാബിൽ പക്ഷി എന്നൊക്കെ ചിലർ പറയുന്നതാണ്. അബാബിൽ എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷയിൽ ജമാഅത്തുൻ മുതഫരിക, വ്യത്യസ്ത അങ്ങനെ ഗ്രൂപ്പായിട്ട് വരിക എന്നാണ്. കൂട്ടം കൂട്ടമായി വരും, ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഗ്രൂപ്പുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൈറിനെ പക്ഷികളെ പറഞ്ഞയച്ചില്ലേ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എറിയുകയും ചെയ്തില്ലേ? ഫജഅലഹും, എന്നിട്ട് ആ മുശ്രിക്കുകളെ, ആ അബ്രഹത്തിന്റെ പടയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കഅസ്ഫിൻ മഅകൂൽ, അതായത് ഒരാൾ തിന്നൊടുക്കിയ വൈക്കോൽ പോലെ, കാലികളോ മറ്റോ ഒക്കെ തിന്നൊടുക്കിയ വൈക്കോൽ എത്രമാത്രം ഒന്നുമില്ലാത്ത നിലംപരിശായിട്ടുണ്ടോ അതുപോലെ അവരെ ആക്കുകയും ചെയ്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സൂറത്ത് ഇത് വളരെയധികം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മുശ്രിക്കുകളുടെ ശക്തി എത്രയാകട്ടെ, അവരുടെ തന്ത്രം എത്രയാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ റബ്ബ്, ഈ കഅബയെ അല്ലാഹു തആല അത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ബാധ്യതയാണ്. അഥവാ മുഅ്മിനീങ്ങൾ എത്ര കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി ദുനിയാവിലുണ്ടോ അത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ അവിടെ തന്നെ വരും. മുഅ്മിനീങ്ങൾക്ക് കഅബ എവിടെ? കഅബ ഇല്ല. ഒരാൾ വന്ന് പൊളിച്ചിട്ട് എവിടെയാണ് നമ്മുടെ ഖിബില എന്ന് തിരിയാത്തൊരു കാലം ഉണ്ടാവുകയില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നത് ഉപേക്ഷിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറന്നുകൊണ്ട് എല്ലാവിധ ദുൽമുകളിലേക്കും മടങ്ങിക്കഴിഞ്ഞാൽ, കഅബ ആരാധിക്കുന്നവരായി ആരും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല കഅബയുടെ സംരക്ഷണം അവനത് ഒഴിവാക്കി കളയുന്നതാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഖിയാമത്ത് നാളിന്റെ അടയാളമായി അവസാന കാലഘട്ടത്തിൽ എത്യോപ്യയിൽ നിന്ന് തന്നെ, അഥവാ ഏതൊരു എത്യോപ്യക്കാരുടെ സംഘത്തെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സംരക്ഷിച്ചത്, അതേ എത്യോപ്യക്കാരനായ ഒരു വംശജൻ തന്നെ വരികയും അങ്ങനെ കഅബയുടെ കല്ലുകൾ ഓരോന്നായി ഇളക്കിക്കളയുകയും ചെയ്യും. കാരണം ഇനി കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആരുമില്ല, കഅബയെ മനസ്സിലാക്കുന്ന, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരാളുമില്ലാത്ത അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതായിരിക്കും? അതിനില്ലാതാക്കി കളയുന്നതായിരിക്കും, അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാതിരിക്കുന്നതായിരിക്കും. എന്നാൽ അതുവരേക്കും റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണമായും മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ പാഠമാണ്. ഇനി അവരുടെ കയ്യിൽ ശാരീരികമായ ശക്തിയോ അതല്ലെങ്കിൽ സൈനികമായ ശക്തിയോ ഒന്നും തന്നെ ഇല്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംരക്ഷിക്കും എന്നതിന്റെ വലിയ പാഠമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഊക അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മുഅ്മിനീങ്ങൾ എല്ലാവരും, ജനങ്ങൾ എല്ലാവരും കൂടി നിനക്കൊരു ഉപകാരം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒരാൾക്കും നിനക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അവരെല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ശരി, അള്ളാഹു ആ ഉപദ്രവം നിനക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ശക്തികളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, മുസ്ലിമീങ്ങൾ ഇല്ലാതാക്കി കളയും എന്ന് ആര് തന്നെ പറഞ്ഞാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യേണ്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ ബാധിക്കുകയില്ല. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് എഴുതി അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നടക്കാനില്ല. എന്ത് സംഭവിച്ചാലും നമ്മളിവിടെ പുറത്താക്കും, അവിടെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അങ്ങനെ കൊന്നുകളയും, എന്ത് തന്നെ പറഞ്ഞാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കുറയാനോ കൂടാനോ ഇല്ല. ആരെങ്കിലും ഒരു ഔദാര്യം കാണിച്ചു എന്ന് വിചാരിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ കുറയാനില്ല. ആരെങ്കിലും ഒന്ന് പരിധി വിട്ടു എന്ന് വിചാരിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ കൂടാനില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുള്ള കാര്യമുണ്ട്. റുഫിയത്തുൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേന ഉയർത്തിയിട്ടുണ്ട്, എഴുത്തത് ഉണങ്ങിപ്പോയിട്ടുമുണ്ട്. ഇനി അതിൽ പുതുതായി ഒന്നും കൂടാനോ കുറയാനോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുക, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുക, അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന വലിയ പാഠം സഹോദരങ്ങളെ നമുക്കുണ്ട്. അതുപോലെ തന്നെ കഅബയുടെ പരിസരം അത്
കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. കഅബയിൽ എന്തെങ്കിലുമൊക്കെ ദുൽമുകൾ ചെയ്യുക എന്ന് പറയുന്നത് മറ്റേതൊരു സ്ഥലത്ത് ദുൽമു ചെയ്യുന്നതിനേക്കാളും വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര വലിയ പവിത്രത കഅബയിൽ നൽകിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്രയും വലിയ പവിത്രത കഅബയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റെടുത്ത ആളുകൾ അവർ മുശ്രിക്കുകളായിട്ടാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും പരിഗണിച്ചിട്ടില്ല. മറിച്ച് കഅബയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെതിരെ വന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അത് ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് കഅബ അത് വലിയ പവിത്രതയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പവിത്രത നൽകിയിട്ടുണ്ട് എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാര്യമാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സൂറത്തിൽ സൂറത്തു ഖുറൈശില് ഖുറൈശികളോട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ചില അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുർആനിലെ വളരെ ഏറ്റവും കുറഞ്ഞ ആയത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. 4 ആയത്തുകൾ മാത്രമാണ് ഈ ഒരു സൂറത്തിലുള്ളത്. സൂറത്തു ഖുറൈശ് അത് പാരായണം ചെയ്തതിനു ശേഷം അതിന്റെ വിശദീകരണം കൂടി നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. സൂറത്ത് ഖുറൈശ് അതിന് പേര് വരാനുള്ള കാരണം ഒന്നാമത്തെ ആയത്തിൽ ഈലാഫ് ഖുറൈശികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് പരാമർശിച്ചിട്ടുണ്ട്. ഖുറൈശ് എന്നുള്ളത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമാണ്. ഭൂലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗോത്രം അത് ഖുറൈശി ഗോത്രമാണ് എന്ന് കാണാൻ സാധിക്കും. നദ്ർ ബിനു കിനാന എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ പെട്ട ഒരാളുടെ പരമ്പരയിൽ വരുന്ന ആളുകളെയാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ഖുറൈശി ഗോത്രത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്കത് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫദ്ദലല്ലാഹു ഖുറൈശിൻ ബിസബ്ഇ ഖിസാൽ. 7 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് ചില ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. ഫദ്ദലഹും ബിഅന്നഹും അബദുല്ലാഹ 10 സിനീൻ ലാ യഅബുദൂഹു ഇല്ലാ ഖുറശി. ഒരു 10 വർഷം ഉണ്ടായിരുന്നു. ആ 10 വർഷത്തിൽ ലോകത്തിൽ ഖുറൈശികൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തതായിട്ടുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്? ഒരു 10 വർഷം. അത് ഖുറൈശികളല്ലാതെ മറ്റൊരാളും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. വഫദ്ദലഹും ബിഅന്നഹു നസറഹും യൗമൽ ഫീൽ വഹും മുശ്രികൂൻ. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ഒരു തൊട്ടടുത്ത കഴിഞ്ഞ സൂറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫീലിൽ അഥവാ ആനയുടെ ആ ദിവസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവർ മുശ്രിക്കുകളായിരിക്കെ തന്നെ അല്ലാഹു അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഫദ്ദലഹും ബിഅന്നഹു നസലത് ഫീഹിം സൂറത്തുൻ മിനൽ ഖുർആനി ലം യദ്ഖുൽ ഫീഹിം ഗൈറുഹും ലഇലാഫി ഖുറൈശ്. ലഇലാഫി ഖുറൈശ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ സൂറത്ത് അങ്ങനെ ഒരു സൂറത്ത് ഖുറൈശികളെ കുറിച്ച് മാത്രം പരാമർശിച്ചിട്ടുള്ള, അത് മുഴുവൻ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് അഭിസംബോധനയുള്ള ഒരു സൂറത്താണ്. മറ്റൊരു ഗോത്രത്തിന്റെ പേരിലോ മറ്റൊരു നാട്ടുകാരുടെ പേരിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവർക്കുണ്ട്. അതുപോലെ പറഞ്ഞു വഫദ്ദലഹും ബിഅന്ന ഫീഹിം നുബുവ. അതുപോലെ അവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. വൽ ഖിലാഫത്ത് അവരിൽ നിന്നാണ്, ഭരണം ഉണ്ടാക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ വൽ ഹിജാബ, കഅബ ആളുകൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുക, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ വസ്സിഖായ, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളവും മറ്റുമൊക്കെ നൽകി സഹായിക്കുക, അത് അവർക്കൊക്കെ നൽകിയിട്ടുള്ള കാര്യമായിരുന്നു. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ചില ശ്രേഷ്ഠതകളായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെയുള്ള ചില ശ്രേഷ്ഠതകളാണ് ഈ സൂറത്തിന്റെ ആരംഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരായ ഖുറൈശികൾ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് അല്ലാഹു തആല ഓർമ്മിപ്പിച്ചത്? ലഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്കുണ്ടായ എളുപ്പം കാരണത്താൽ അഥവാ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർക്ക് യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്രദമാക്കി നൽകി. ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഖുറൈശി ഗോത്രക്കുള്ള ഇണക്കം എന്ന് പറയുന്നത് ശൈത്യകാലത്ത് അവർക്ക് യമനിലേക്കുള്ള യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകി. അതേപോലെ ഉഷ്ണകാലത്ത് ഷാമിലേക്കുള്ള യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി നൽകി. എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രം ചില എളുപ്പങ്ങൾ ലഭിച്ചത്? പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. പഴയകാലത്ത് യാത്രകൾ വലിയ പ്രയാസമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. യാത്ര ചെയ്യുക എന്ന് പറയുന്നത്
വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമായിരുന്നു. കാരണം യാത്രയിൽ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാൽ ഖുറൈശികൾക്ക് പ്രത്യേകത അറബ് ലോകം മുഴുവൻ നൽകിയിരുന്നു. കാരണം അവർ ഹറമിലെ ആളുകളാണ്, കാബയെ പരിപാലിക്കുന്ന ആളുകളാണ്. എന്ന കാരണത്താൽ ഖുറൈശികളെ ആരും ഉപദ്രവിക്കുകയില്ല. അവർ മുശ്രിക്കുകൾ തന്നെയാണ്, പക്ഷേ കാബയെ അവർ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര സുഖമായിട്ട് പോകും. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ മക്കാരാണ് എന്ന് കണ്ടാൽ അക്രമികളായ മറ്റു ഗോത്രക്കാരെന്ത് ചെയ്യും, അവർ വെറുതെ വിടും. അല്ലെ, പഴയ കാലത്ത് ചെറിയ കാര്യത്തിന് വരെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുക, ഇതൊക്കെ വളരെ പതിവായ കാര്യമാണ്. പക്ഷെ അക്കൂട്ടത്തിൽ മക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കാബയുടെ ആളുകളാണ് എന്ന കാരണത്താൽ ചില പ്രത്യേകത നൽകി. അതുകൊണ്ട് തന്നെ അവരുടെ യാത്ര എളുപ്പമായിരുന്നു. അതുകൊണ്ട് വർഷത്തിൽ 2 യാത്രകൾ നടത്തിയിരുന്നു. എന്താണ് യാത്രകൾ നടത്താനുള്ള കാരണം? മക്കയിൽ ഒന്നും തന്നെ ഇല്ല. മക്കയിൽ നല്ല കൃഷിയും ഉണ്ടാവുമായിരുന്നില്ല, അതുപോലെ തന്നെ കാലികളെ മേയ്ക്കാൻ വലിയ കാര്യമായിരുന്നില്ല. മക്ക ഭൂലോകത്ത് വലിയ സാമ്പത്തികമായി ഒന്നും തന്നെ ആയിട്ട് അറിയപ്പെട്ട ഒരു കാലമേ അല്ലായിരുന്നു. എന്നാൽ ഷാം അങ്ങനെയല്ല. ഷാം പഴയ കാലം മുതൽ തന്നെ വലിയ സാമ്പത്തികമായ സ്രോതസ്സുള്ള കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. യമനും അങ്ങനെ തന്നെയാണ്. യമനും അങ്ങനെ തന്നെ പഴയ നാടാണ്. ഈ നാടുകളിലൊക്കെ കച്ചവടവും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവര് ശൈത്യകാലത്ത് യമനിലേക്കും പോകും, ഉഷ്ണകാലം ഉണ്ടാകും ഷാമിലേക്കും പോകും. അങ്ങനെ ഈ 2 കാലഘട്ടത്തിലുമുള്ള കച്ചവടവും മറ്റുമൊക്കെ ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ പോയി അവർ വിൽക്കും, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അങ്ങനെ അവർക്ക് കച്ചവടം വളരെ എളുപ്പമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു എളുപ്പമാണ്. അതുകൊണ്ട് ആ ഖുറൈശികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എളുപ്പം, ലോകർക്ക് മറ്റാർക്കും നൽകാത്തതായ ചില എളുപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യണം. എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്? ഫല്യഅ്ബുദ് റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിന്റെ, ഈ കഅബയുടെ റബ്ബിനെ മാത്രം അവർ ആരാധിക്കട്ടെ. ഫല്യഅ്ബുദ് റബ്ബ ഹാദൽ ബൈത്ത്. ഖുർആനിൽ എവിടെയെല്ലാം ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പനയുണ്ടോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, അള്ളാഹുവിന് മാത്രം ചെയ്യുന്നതിന് ഇബാദത്ത് എന്ന് പറയുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിനോടൊപ്പം മറ്റൊരാൾക്ക് കൂടി ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്റെ ഇബാദത്തിന് ഇബാദത്തായിട്ട് തന്നെ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്യഅ്ബുദ് റബ്ബ ഹാദൽ ബൈത്ത്. ഈ ബൈത്തിന്റെ റബ്ബിനെ, ഇതിനെ സംരക്ഷിക്കുന്ന ഭവനത്തിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഈ സൂറത്തിന് തൊട്ടുമുമ്പത്തെ സൂറത്തുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. കാരണം തൊട്ടുമുമ്പത്തെ സൂറത്തിൽ ഈ ബൈത്തിനെ സംരക്ഷിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നെന്ത് ചെയ്തിട്ടുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബൈത്തിനെ സംരക്ഷിച്ചത് ലാത്തയല്ല, ഉസ്സയല്ല, ഒരാളും തന്നെ ഇല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഈ ബൈത്തിന്റെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഫല്യഅ്ബുദ് റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഖുറൈശികളെ, നിങ്ങൾക്ക് ഇത്ര വലിയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയില്ലേ? ഖുറൈശികളെ നിങ്ങൾക്ക് യാത്രകൾ എളുപ്പമാക്കി നൽകി, നിങ്ങൾക്ക് കച്ചവടം എളുപ്പമാക്കി നൽകി. ശൈത്യകാലത്തെ കച്ചവടവും അതുപോലെ തന്നെ ഉഷ്ണകാലത്തെ കച്ചവടവും യാത്രയും ഒക്കെ മക്കക്കാരാണ് എന്ന കാരണത്താൽ നിങ്ങൾക്ക് വലിയ എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നിങ്ങൾ ദരിദ്രരായിരുന്നു, എന്നിട്ടും പുറത്തുപോയി കച്ചവടം ചെയ്ത് സാമ്പത്തികമായി വലിയ വലിയ ഉന്നതി നിങ്ങൾക്കുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫല്യഅ്ബുദ് റബ്ബ ഹാദൽ ബൈത്ത്, അല്ലാഹു എടുത്തു പറഞ്ഞു, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അല്ലദീ, എങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്? അത്അമഹും, അവൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചവനാണ്. മിൻ ജൂ, നിങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുകയായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭക്ഷണമില്ല. അങ്ങനെ പട്ടിണി കൊണ്ട് മരിക്കുന്ന അവസ്ഥ മക്കയിലെമ്പാടുണ്ടായിരുന്നു. അവർ വലിയ അഭിമാനികളാണ്, ഗോത്രക്കാരാണ്. പക്ഷെ അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ആദ്യ കാലഘട്ടത്തിൽ യാത്ര ചെയ്തിരുന്നില്ല എന്നാണ്. പിന്നീടാണ് അവർ യാത്ര ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അവർ പട്ടിണി കൊണ്ട് മരിക്കുമായിരുന്നു. വആമനഹും മിൻ ഖൗഫ്, അവർ മക്കക്കാർ ആണ് എന്നുള്ള കാരണത്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയത്തിന് പകരം നിർഭയം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എവിടെയും പോകാം, ആരും കൊല ചെയ്യുമെന്നൊന്നും പേടിക്കേണ്ടതില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രധാനപ്പെട്ട 2 അനുഗ്രഹമാണ് ഭക്ഷണവും നിർഭയത്വവും. അല്ലെ, ഭക്ഷണമല്ലേ മനുഷ്യൻ മരിച്ചു. നിർഭയത്വം ഇല്ലെങ്കിലും മനുഷ്യൻ മരിച്ചു. അവന് മാനസികമായിട്ടും തളർന്നു പോകും, ശാരീരികമായിട്ടും അവൻ ഇല്ലാതായിത്തീരും. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മറ്റൊന്നും ഒരാൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള നിർഭയത്വവും അവനെ വിശപ്പടക്കാനുള്ള ഭക്ഷണവും, വിശപ്പടക്കാൻ തന്നെ ഭക്ഷണം തന്നെ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അതിനപ്പുറത്തേക്ക് വലിയ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവന് വേണ്ടതില്ല. ഇത് തന്നെ ഒരാൾക്ക് വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ഇതൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഖുറൈശികളോട് പറയാൻ, ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് ഈ ബൈത്തിന്റെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ നിങ്ങൾക്ക് വിശപ്പിന് ആഹാരം നൽകിയിട്ടുണ്ട്, വിശപ്പിന് പകരം ആഹാരം നൽകിയിട്ടുണ്ട്. അതുപോലെ ഭയത്തിന് പകരം സമാധാനം നൽകിയിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് നൽകിയ
ഇത്തരം അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞു, അവലം യറൗ അന്ന ജഅൽനാ ഹറമൻ ആമിന. അവർ മനസ്സിലാക്കിയിട്ടില്ലേ, കണ്ടിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹറമിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റി. വയുതഖത്തഫു നാസു മിൻ ഹൗലിഹിം. അവർക്ക് ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ആളുകൾ റാഞ്ചിയെടുക്കുകയാണ്. മക്കക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് നിർഭയത്വം കിട്ടുന്നു. ബാക്കി പല രാജ്യങ്ങളിലും നാടുകളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്ന് സൂറത്തുൽ അൻകബൂത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഇത് മറ്റു പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കക്കാർക്ക് നൽകിയിട്ടുള്ള ഇത്തരം അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ നന്ദി കേടാണല്ലോ കാണിക്കുന്നത് എന്ന് പറയാൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ദീനുമായി അവിടെ ദഅവത്തിന് വരുമ്പോൾ ഏറ്റവും ആദ്യം സ്വീകരിക്കേണ്ട ആളുകൾ ഇവരായിരുന്നു. പക്ഷേ ഏറ്റവും ആദ്യം തള്ളിക്കളയുകയും ഏറ്റവും ആദ്യം പരിഹസിക്കുകയും ചെയ്ത ആളുകൾ പോലും ഖുറൈശികളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളത് അവർ വളരെയധികം നന്ദി കെട്ടവരായിരുന്നു എന്നുള്ളത് അറിയിക്കുന്ന കാര്യമാണ്. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. സഹോദരങ്ങളെ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തത് ഖുറൈശികളെ ആണെങ്കിലും അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണെങ്കിലും അതിനവർ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നാണ് അവൻ ആവശ്യപ്പെട്ടതെങ്കിലും ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ്യതയാണ്. ഈ പറയുന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലദീ അത്അമഹും മിൻ ജൂ, ആ റബ്ബ് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഭക്ഷണം നൽകിയിട്ടുള്ളത്. അവർക്ക് വിശപ്പുണ്ടാകുന്ന വേളയിൽ ഭക്ഷണം നൽകിയിട്ടുള്ള അല്ലാഹുവാണ്. വആമനഹും മിൻ ഖൗഫ്, എല്ലാവിധ ഭയപ്പാടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള നിർഭയത്വം നൽകിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്താണ് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, മറ്റേത് വിശന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്ത് ഭക്ഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ വിശപ്പ് പോലും അനുഭവിക്കാത്ത ആളുകളായിരിക്കും നമ്മളിൽ പലരും. വിശപ്പ് തന്നെ അനുഭവിക്കാത്ത ആളുകളാണ് പലരും. നമ്മൾ ചിലപ്പോൾ ഒരു 2 തലമുറ അപ്പുറത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും അവർക്ക് അരപ്പട്ടിണിയായിരുന്നു, ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയ രാത്രി ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു അവർക്ക് കാലഘട്ടം കഴിഞ്ഞിരുന്നത് പറഞ്ഞത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 90-കൾക്കൊക്കെ ശേഷം ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ വളരെ ചുരുക്കമായിരിക്കും.
അത് വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഒരു ഭക്ഷണം ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഒന്നുകിൽ സാമ്പത്തികമായി കഴിവില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സമ്പത്തുണ്ട് ഭക്ഷണം കിട്ടാത്ത ഒരു ക്ഷാമം നേരിട്ടു എന്നതോ വളരെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വക്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേരത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് മാത്രമായിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ അതുപോലും ഉണ്ടാവുകയില്ല. അത്രയും വലിയ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. നിർഭയത്വത്തിന്റെ കാര്യം ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ നിർഭയത്വമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ദീനായാലും ദുനിയാവാണെങ്കിലും നമുക്ക് വലിയ നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. നേരത്തെ സൂറത്തിൽ മക്കയിലുള്ള ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി, കാബയെ പൊളിക്കാൻ വേണ്ടി ആളുകൾ വരികയാണ്. എത്ര വലിയ നിർഭയത്വമില്ലാത്ത ഒരവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. അതിനുവേണ്ടി ആളുകൾ തയ്യാറാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അതിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ ചുറ്റും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയ സമ്പത്ത് അത് കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ വലിയ നിർഭയത്വമില്ലായ്മ ലോകത്ത് പലയിടത്തും ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ നിന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല നിർഭയത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ബാധ്യതയാണ് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ആ ബൈത്തിന്റെ റബ്ബിനെ നന്നായി ഇബാദത്ത് ചെയ്യുക, ആ ഇബാദത്തിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക നമ്മുടെ ബാധ്യതയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷമുള്ള സൂറത്തും ഒരു ചെറിയ സൂറത്ത് തന്നെയാണ്, 7 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന സൂറത്ത്. ഇത് പാരായണം ചെയ്തതിന് ശേഷം ഇതിന്റെ വിശദീകരണങ്ങൾ കൂടി നമുക്കിന്ന് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ നിഷേധിച്ച മുശ്രിക്കുകളുടെ ചില ദുർഗുണങ്ങളെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുന്നത്. മുനാഫിക്കുകൾക്കുണ്ടായിരുന്ന സ്വഭാവം, അതുപോലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന സ്വഭാവം, ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം താക്കീതുകൾ അത് മുസ്ലിമീങ്ങൾക്കും ബാധ്യതയുള്ള കാര്യമാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ പറഞ്ഞത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പ്രതിഫല നാളിനെ, യൗമുദ്ദീനിനെ, അതിനെ നിഷേധിക്കുന്ന ആളുകളെ നബിയെ താങ്കൾ കണ്ടില്ലേ? അങ്ങനെയുള്ള ആളുകളെ നീ കണ്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന, അഥവാ ഇനിയൊരു പരലോകമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജീവിതമൊക്കെ നന്നാക്കണം എന്ന് പറയുമ്പോൾ അഇദാ മിത്നാ വകുന്നാ തുറാബൻ ദാലിക റജ്ഉൻ ബഈദ് എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകളാണ്. ഇനി നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഒരു ജീവിതം ഉണ്ടാവുകയോ അത് വളരെ വിദൂരമായ സാധ്യതയാണ് എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിങ്ങനെ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകളും മറ്റുമൊക്കെ നുരുമ്പിപ്പോയാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമോ? ആബാഉൽ അവ്വലൂൻ, നമ്മുടെ നേരത്തെയുള്ള നമ്മുടെ പിതാക്കന്മാരെയും ഇവരെല്ലാം ഇനി വീണ്ടും കൊണ്ടുവരുമോ എന്നവർ ആക്ഷേപിച്ച് ചോദിച്ചിട്ടുണ്ട്. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് ഈ എല്ലൊക്കെ നുരുമ്പിപ്പോയാൽ അതിന് വീണ്ടും കൊണ്ടുവരിക എന്നൊക്കെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതിഫല ദിവസത്തിനെ കുറിച്ച്, യൗമുദ്ദീനിനെ കുറിച്ച് കളവാക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ എന്ന് അല്ലാഹു തആല പറയാൻ. പിന്നീട് പറഞ്ഞു ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവരുടെ മറ്റൊരു കാര്യമാണ് അവർ അനാഥ കുട്ടിയെ തള്ളിക്കളയുന്നവരാണ് എന്നാണ്. അത് അവർക്ക് റഹ്മത്ത് ഉണ്ടായിരുന്നില്ല, കാരുണ്യം ഉണ്ടായിരുന്നില്ല. അനാഥ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മാതാപിതാക്കൾ മരിച്ചവരെയാണ് അനാഥകൾ എന്ന് പറഞ്ഞത്. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനാഥകൾ എന്ന് പറയില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അവരോട് കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ ആളുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും, പ്രയാസമുണ്ടാകും. ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അനാഥരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും, അത്രയും അടുത്തായിരിക്കും എന്ന് വരകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും പ്രോത്സാഹനമുള്ള കാര്യമാണ് അനാഥകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഇവർ അനാഥകളെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവരോട് യദ്ഉൽ യതീം, തള്ളിക്കളയുകയാണ്. അവരോട് ധിക്കാര സ്വഭാവത്തിൽ അവരൊന്നും പരിഗണിക്കുകയില്ല എന്ന രൂപത്തിൽ അവരെ പുച്ഛിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ വലാ യഹുദ്ദു അലാ തആമി മിസ്കീൻ,
പാവപ്പെട്ടവന്റെ ആഹാരത്തിന് അവർ പ്രോത്സാഹനം നൽകുമായിരുന്നില്ല. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇത് വലിയ ഗൗരവമുള്ള മറ്റൊരു തിന്മയാണ്. അതായത് ആളുകളോട്, മറ്റുള്ളവരോട് കാണിക്കുന്ന റഹ്മത്തില്ലായ്മയാണ് ഇത് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു എന്ന. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് താക്കീത് ചെയ്യുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നവരല്ല, അതിനെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന, പ്രതിഫല ദിനത്തിനെ നിഷേധിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ഇതിനൊക്കെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. യതീം മക്കളെ ആദരിക്കണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്? കാരണം നമ്മൾ നുസദ്ദിഖു യൗമദ്ദീൻ, നമ്മൾ യൗമുദ്ദീനിനെ സത്യപ്പെടുത്തുന്നവരാണ്. ഇവരെ പോലെ യുക്കദ്ദിബു ബിദ്ദീൻ അല്ല, പ്രതിഫല ദിവസത്തെ കളവാക്കുന്നവരല്ല. പ്രതിഫല ദിവസത്തെ കളവാക്കുന്നവരാണ് ചിന്തിക്കുക, ഞാൻ എന്തിനാണ് സഹായിക്കുന്നത്? ഇങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഞാൻ പിന്നെന്തിനാണ് സഹായിക്കുന്നത്? അല്ല, അവന്റെ ബുദ്ധി അങ്ങനെയാണ് പോവുക. ഞാൻ എന്തിനുവനെ നോക്കണം? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഞാൻ എന്തിനു ചോദിച്ചു തരുന്നവന് കൊടുക്കുന്നത്? യതീം മക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ചോദിക്കുന്നവൻ എന്തെങ്കിലും ആയിക്കോട്ടെ, സാധുക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെ ആരാണ് ചിന്തിക്കുക? പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്. അല്ല, അവൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം അവൻ എന്തിനാണ് ഇവർ സഹായിക്കുന്നത്? പാവപ്പെട്ടവർ എന്തിനു സഹായിക്കുന്നു? എന്തിനവിടെ വരി നിന്നിട്ട് ഭക്ഷണമുള്ള ഹോസ്പിറ്റലിൽ മറ്റും കിടക്കുന്ന ആൾക്ക് എന്തിനു നീ ഭക്ഷണം പൊതി കൊടുക്കുന്നു? എന്തിനു കൊടുക്കുന്നു? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്നാണ് നീ പറയുന്നത്. പ്രതിഫല ദിനം ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെ എന്തിനു കൊടുക്കുന്നു? നിന്റെ കാര്യം നോക്കിയാൽ പോരെ. കാരണം മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെ പെട്ട കാര്യമാണ് ആളുകൾക്ക് സഹായിക്കണം എന്നുള്ളത്. പക്ഷേ ആ ഫിത്രത്തിനെ തന്നെ തച്ചുടച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? അവൻ വൈരുദ്ധ്യം പ്രവർത്തിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മതയുക്തിവാദികൾ, നിരീശ്വരവാദികളൊക്കെ മറ്റൊരാളെ സഹായിക്കാൻ പാടില്ല. അത്ര മനുഷ്യത്വമില്ലാത്തവരായിരിക്കണം. എന്തുകൊണ്ട്? കാരണം പരലോകം ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവനെ മറ്റൊരാൾ ഉപദ്രവിച്ചാൽ എന്ത്, ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ എന്ത്? യഥാർത്ഥത്തിൽ പരലോകമുള്ളവനാണ്, ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല, അവനെ സഹായിക്കണം. ഇത്തരം ചിന്തകൾ ഉണ്ടായിരിക്കേണ്ടത് അത് മുസ്ലിമീങ്ങൾക്കാണുള്ളത്. അപ്പോൾ ഈ മക്കയിലെ മുശ്രിക്കുകൾ തികച്ചും അവർ പ്രതിഫല ദിനത്തെ നിഷേധിക്കുന്നത് കൊണ്ട് തന്നെ യതീം മക്കളെ പരിഗണിക്കുകയുമില്ല, അതുപോലെ തന്നെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നില്ല എന്ന കാര്യമായിരുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇതിലൊന്നും ഒരു കുറവുണ്ടാകാൻ പാടില്ല. യതീം മക്കളെ നന്നായി നോക്കണം. പാവപ്പെട്ടവന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം, ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ആഹാരത്തിന് അവൻ പ്രോത്സാഹനം നൽകുന്നില്ല എന്നാണ്. കേവലം കൊടുത്താൽ പോലും പോലെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവരെയും കൊണ്ട് പറയണം ഇന്ന ആളുകളുണ്ട്, അവർക്ക് നീ കൊടുക്കണം എന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് പറഞ്ഞു ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? നാശമുണ്ട്. ആരാണ് ആ നിസ്കരിക്കുന്ന ആളുകൾ? നിരുപാധികമല്ല, നിസ്കാരക്കാരുമല്ല. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെ പറ്റി അശ്രദ്ധയില്ലാത്തവരായ നിസ്കാരക്കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അൻ സ്വലാത്തിഹിം സഹ അൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നാണ്. അപ്പൊ ഒരു കാര്യത്തെ തൊട്ട് സഹ അൻ, സഹ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ് അതിന്റെ അർത്ഥം, അശ്രദ്ധയിലായി പോയി എന്നാണ്. എന്നാൽ സഹ അൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ പരിഗണിക്കാതെ അതിനെ പാഴാക്കി കളയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില നേരത്ത് നിസ്കരിക്കുക, ചില നേരത്ത് നിസ്കരിക്കാതിരിക്കുക. ഇനി അതല്ലെങ്കിൽ നിസ്കരിക്കുന്ന വേളയിൽ അല്ലദീന യുഅഖിറൂന അൻ മവാഖീതിഹിം, അവരുടെ വക്തുകളിൽ നിന്നും പിന്തിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക, അവരെയാണ് ഇവിടെ നാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നിസ്കാരത്തിൽ മറവി സംഭവിക്കുക എന്നുള്ളതല്ല. കാരണം നിസ്കാരത്തിൽ മറവി സംഭവിക്കുക എന്ന് പറയുന്നത് അതെന്താണ്? അത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യനിൽ ഉണ്ടാകുന്ന, അവൻ എത്ര തന്നെ ശ്രദ്ധിച്ചാലും സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതിലവൻ പരമാവധി അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ അവന്റെ കൈയിനപ്പുറത്തേക്ക് അശ്രദ്ധ വന്നുപോയാൽ അവർക്ക് നാശമുണ്ട് എന്നല്ല. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്നാണ് പറഞ്ഞത്. കാരണം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, സഹാ ഫീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറവി സംഭവിക്കുക എന്നാണ്. മറവി സംഭവിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് നിസ്കാരത്തെ പറ്റി അശ്രദ്ധയിലായ, അതിനെക്കുറിച്ച് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് എന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജുഇലത് ഖുറത്തു ഐനി ഫി സ്വലാ, നിസ്കാരത്തിലാണ് എൻ്റെ കൺകുളിർമ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നിസ്കാരത്തിൽ ഒന്നിലധികം പ്രാവശ്യം മറവികൾ സംഭവിച്ചിട്ടുണ്ട്. 4 റക്അത്തുള്ള നിസ്കാരം അവിടുന്ന് 2ആയി മറന്നുപോയിട്ടുണ്ട്. 4 റക്അത്തുള്ള നിസ്കാരം 5ആയി അവിടുന്ന് അധികരിപ്പിച്ചു പോയിട്ടുണ്ട്. ഇതൊരു പക്ഷെ അള്ളാഹുവിന്റെ ഹിക്മത്തായിരിക്കാം. മറന്നുപോയാൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാനായിരിക്കാം. എന്ത് തന്നെയായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ് എന്നാണ് അത്തരം വേളയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം അതിന്റെ സമയത്തും തെറ്റിച്ച് നിസ്കരിക്കുക. അതുപോലെ നിസ്കാരത്തിനെ കുറിച്ച് പഠിക്കാതെ, അതിന്റെ ഷർത്തുകളെ കുറിച്ചോ ത്വഹാറത്തിനെ കുറിച്ചോ ഒന്നും തന്നെ പഠിക്കാതെ, അതിന്റെ റുക്കൂ ശരിയാക്കാതെ, സുജൂദ് ശരിയാക്കാതെ, തുമഅനീനത്തില്ലാതെ തിരക്കിട്ടുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് നിസ്കരിക്കുന്നവരും
ഇതിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാതിരിക്കുക, നിസ്കാരം ശരിയാകുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കുക, ത്വഹാറത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയൊക്കെ നജസായ വസ്ത്രത്തിലൊക്കെ നിസ്കരിക്കുക, ഇതൊക്കെ വളരെ ഗൗരവമുള്ള മറ്റു പല നസ്സുകളിലൂടെയും വന്നിട്ടുള്ള കാര്യമാണ് അത്തരക്കാർക്കുള്ള അപകടത്തെക്കുറിച്ച്. അവരാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തിൽ എന്താണ്, നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കാരത്തിൽ അവർ നിന്ന് കഴിഞ്ഞാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അല്പം മാത്രം അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അല്പം മാത്രം ഓർക്കുകയുള്ളൂ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിസ്കരിക്കുന്നത്. ഒരാൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിനെ വളരെ കുറച്ചേ നിസ്കാരത്തിൽ ഓർക്കുന്നുള്ളൂ എങ്കിൽ അവനും ഈ ആയത്തിൽ ബാധകമാണ്. ഫവൈലുൽ മുസല്ലീൻ എന്നാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരുന്നത്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. ജനങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നത് വളരെ കുറച്ചാണെങ്കിൽ അവന്റെ സ്വഭാവം മുനാഫിക്കളോടാണ് സാമ്യതയുള്ളത്. അവന്റെ നിസ്കാരം കൊണ്ട് അവന് നാശമാണ് ഉണ്ടാവുക എന്നത് മനസ്സിലാക്കണം. അല്ലാഹു തആല ഇവിടെയും പറയുന്നു, അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിസ്കാരമാകട്ടെ മറ്റേത് ഇബാദത്താകട്ടെ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഭൂമിയിൽ തന്നെ വഷളാക്കി കളയുമെന്നാണ്. മൻ സമ്മഅ അല്ലാഹു ബിഹി വമൻ റഅ അല്ലാഹു ബിഹി, ആരെങ്കിലും കേൾപ്പിക്കാൻ ചെയ്താൽ അല്ലാഹു ഭൂമിയിൽ തന്നെ അവനെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത് എന്ന രൂപത്തിൽ അവനെ വഷളാക്കി കളയും. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഭൂമിയിൽ തന്നെ അവൻ അത്തരക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അവനെ വഷളാക്കി കളയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല. ആളുകളെ കാണിക്കുന്ന പ്രവർത്തനമാകാൻ പാടില്ല, നിസ്കാരമാകട്ടെ മറ്റ് ഇബാദത്തുകളാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള വളരെ മോശപ്പെട്ട മറ്റൊരു സ്വഭാവം കൂടി പറഞ്ഞു, ദുർഗുണം കൂടി പറഞ്ഞു. വയംനഊൻ, അവർ തടയുന്നവരാണ്. അൽമാഊൻ, പരോപകാര വസ്തുക്കൾ, ആളുകൾക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ കൊടുക്കേണ്ട എപ്പം നിത്യത്തിൽ ആവശ്യമുള്ള വസ്തുക്കൾ ഉണ്ടാകും. മനുഷ്യന്മാരാകുമ്പോൾ എല്ലായിടത്തും എല്ലാം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇല്ലാത്ത ആളുകൾ അപ്പുറം കൊടുക്കുക. അത് അലി റളിയല്ലാഹുവിന്റെ ഒക്കെ തഫ്സീൽ കാണുന്ന പാത്രങ്ങളായിരിക്കാം, അവർ വെട്ടുന്ന മഴുവായിരിക്കാം, എന്തുവാകാം. ഒരു രണ്ട് വീട്ടുകാരാകുമ്പോൾ ചെറിയ ആവശ്യം ഉണ്ടാവും. ഇന്ന പാത്രം ഉണ്ടോ, ഇന്ന വസ്തു ഉണ്ടോ, ഇന്ന കാര്യമുണ്ടോ, അല്ലെ, എന്തും ആകാം. അപ്പൊ അങ്ങനെ പരോപകാരം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളായിരിക്കാം. അപ്പൊ അത്തരം വസ്തുക്കൾ തടയൊന്നും കൊടുക്കൂല. എന്റെ കാര്യം എനിക്ക് മാത്രം, ഞാൻ ഒരാളെ സഹായിക്കാൻ തരികയില്ല എന്ന് പറഞ്ഞ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ കാര്യം അല്ലെ, നമ്മൾ അവിടെ എടുത്തു വെക്കണം. മറ്റൊരാൾ ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇവിടെ രണ്ട് രൂപത്തിൽ ഇതിനെ പറയാൻ പറ്റും. മൻഉൽ മാഊൻ യൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ട് രൂപത്തിലുണ്ട് പരോപകാര വസ്തു തടയുന്നവർ. ഒന്ന് ഖിസ്മുൻ യഅ്സമു ബിഹി അൽ ഇൻസാൻ, ഒന്ന് അതുകൊണ്ട് മനുഷ്യൻ കുറ്റക്കാരനായി തീരും. അതേതാണ്, അതായത് നിർബന്ധമായി കൊടുക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ വലിയ കുറ്റമാണ് ചെയ്യുക. ഒരാളിപ്പോ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെട്ടു വന്ന് വെള്ളം ചോദിക്കാൻ, അപ്പൊ ആ സമയത്ത് നീ വെള്ളം കൊടുക്കുന്നില്ല, അങ്ങനെ വെള്ളം കിട്ടാതെ മരിച്ചോ മറ്റു പോയാൽ നീ അതിന്റെ കുറ്റം നിനക്കാണ് ഉണ്ടാവുക എന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു. അത്തരം സമയത്ത് ഇവന് നീ ദിയ കൊടുക്കണം, ബ്ലഡ് മണി നീയാണ് കൊടുക്കേണ്ടത് എന്നാണ്. അയാളുടെ ആ മരിച്ചതിന് കൊന്നതിന്, കാരണം നീ വെള്ളം കൊടുക്കാനായിട്ടാണ് മരിച്ചു പോയത്. അങ്ങനെ ഒരു അവസ്ഥ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഒരാൾ മരിച്ചൊന്നും പോവുകയില്ല, പക്ഷെ അവർക്ക് വീട്ടിലൊരു ഉപകാരത്തിനുള്ളൊരു വസ്തുവാണ് ചോദിച്ചത്, അത് നീ തടയുകയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് ആളുകളെ സഹായിക്കുക, ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ടാവണം. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, പരലോകത്തിൽ വിശ്വസിക്കാത്ത, പ്രതിഫല ദിനത്തെ നിഷേധിക്കുന്നതായ മുശ്രിക്കുകളാണ്. അക്കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് താക്കീത് കൂടി ഈ സൂറത്തിലുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല സ്വഭാവം അലങ്കരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഇതോടുകൂടി ഇതിന്റെ വിശദീകരണം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുകൾ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.